ആറന്മുള നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി മോർണിംഗ് വാക്കിലാണ്. വീണ ജോർജ് 3ാം സ്ഥാനത്തേക്ക് പോകും. ഇത്തവണ ആരോഗ്യ മേഖലയെ തകർത്തതിനുള്ള തിരിച്ചടി ആറന്മുളയിലെ വോട്ടർമാർ അവർക്ക് നൽകുമെന്നും ആന്റണി MP 24നോട് പറഞ്ഞു. ആരോഗ്യമുള്ള ആറന്മുളയ്ക്കായി ആരോഗ്യ ദിനത്തിൽ ഒരു മോർണിംഗ് വാക്ക് MP ആന്റണിക്കൊപ്പം ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി കൂടിയാട്ടിന്റെ മോർണിംഗ് വിത്ത് കാൻഡിഡേറ്റ് നടക്കുകയാണ്. അബിനെ, എങ്ങനെയുണ്ട്? ഒരൊറ്റ ദിവസമേ ഉള്ളൂ, ഒരു പകലേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള ആറന്മുളയ്ക്ക് വേണ്ടി എന്താണ് പദ്ധതികൾ? നമ്മൾ ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്. ലോക ആരോഗ്യ ദിനത്തിൽ ആരോഗ്യമുള്ള ഒരു ആറന്മുളയ്ക്കായിട്ടാണ് ഇന്നത്തെ ഈ പോരാട്ടം. അപ്പോൾ മികച്ച ആരോഗ്യമുള്ള, നിങ്ങൾക്കറിയാം ആറന്മുളയെ സംബന്ധിച്ച് ഒരു ആരോഗ്യമില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നമുക്കറിയാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യമില്ലാത്ത, ക്ഷേമപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യമില്ലാത്ത, ആ ആരോഗ്യമില്ലാത്ത ആറന്മുളയെ മാറ്റിക്കൊണ്ട് ആരോഗ്യ സമ്പൂർണമായ ഒരു ആറന്മുളയെ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്നുള്ളത്. പ്രചാരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങേറ്റം വാശിയേറിയ പ്രചരണം നടത്താൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഈ ഒരു പകൽ കൂടിയാണുള്ളത്. അല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിരുന്നു പ്രചരണം നടത്തിയത്. ഞാനെന്നുള്ളത് സ്ഥാനാർത്ഥി മാത്രമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ മത്സരിച്ചത്. ശ്രീ MP നേതൃത്വത്തിൽ ഒക്കെ അതിൻ്റെ പ്രീ വർക്കുകൾ വളരെ മികച്ചതായി നടത്തിയിരുന്നു. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ടീം UDF ആയി അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഏതൊരു ശക്തിക്കും ഞങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. എല്ലാ മേഖലയും കവർ ചെയ്തുള്ള വളരെ വിപുലമായ പ്രചരണമാണ് നടത്തിയത്. ഇന്ന് അതിൻ്റെ കൊട്ടിക്കലാശം ഉണ്ടാവും. ഇന്നലെ ടൗൺ ശ്രദ്ധിച്ചാൽ അറിയാം ഏതൊരു രീതിയിലായിരുന്നു വൈബ് ഉണ്ടായിരുന്നതെന്ന്. ആ വൈബ് പോളിംഗിൻ്റെ അവസാന നിമിഷം വരെ നിലനിർത്താനും ഞങ്ങൾക്ക് സാധിക്കും. വലിയ ആത്മവിശ്വാസമാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഒരു ഭൂരിപക്ഷം പ്രവചിക്കാൻ മാത്രം ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ, മണിക്കൂറുകളിൽ പോകുമ്പോൾ അത് പ്രവചിക്കാനുള്ള ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയോ? ഞാൻ ഭൂരിപക്ഷം പ്രവചിക്കില്ല, പക്ഷെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. അത് MP ആണ് സാധാരണ ഇങ്ങനെ പ്രവചനം പ്രവചിച്ചേട്ടെ. അല്ല, പ്രബുദ്ധരാണ് ആറന്മുളയിലെ വോട്ടർമാർ. അവരോട് കാണിച്ച അഹങ്കാരത്തിനും ധിക്കാരത്തിനും, ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞ് പാവപ്പെട്ടവൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാക്കിയതിനും അവർ ചുട്ട മറുപടി കൊടുക്കും. ഞാൻ പറയട്ടെ, കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി 3ാം സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ തള്ളപ്പെടുന്നത് ആറന്മുളയിലായിരിക്കും. യാതൊരു സംശയം വേണ്ട. 100% ചങ്കുറപ്പോടെ ഞങ്ങൾ പറയുന്നു, വീണ ജോർജ് 3ാം സ്ഥാനത്താണ്. അപ്പോൾ അതാണ് ആറന്മുള നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. നിലവിലത്തെ ഇവിടെ സിറ്റിംഗ് MLA വീണ ജോർജ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുള്ള കാര്യങ്ങൾ കൂടി MP ആന്റണിയും പറയുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.